ഏവർക്കും വന്ദനം, നമസ്കാരം. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഉള്ളടക്കം, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അംശങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ കുരുടരുടെ കണ്ണ് തുറക്കാൻ വന്നിരിക്കുന്നു എന്ന് യേശു പറയുന്നു. ഐ ഹാവ് കം ടു ഓപ്പൺ ദി ഐസ് ഓഫ് ദ ബ്ലൈൻഡ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുരുടരുടെ കണ്ണ് തുറക്കുക എന്നെ വളരെയധികം ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു ഭാഗമാണിത്. അതിൻ്റെ ഒരു അംശമത്രേ ഈ വീഡിയോയിൽ കൂടെ ഇവരുമായി പങ്കിടുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ആദ്യമേ എൻ്റെ മനസ്സിൽ വരുന്ന ചിന്ത, ആരാണ് ഈ കുരുടർ എന്ന് ചോദിക്കുമ്പോൾ അതിനോട് അതേ നിമിഷം തന്നെ ഉയർന്നു വരുന്ന, അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ആരാണ് കുരുടർ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കാതിരിക്കുന്നത്? കുരുടർ എന്ന പദം കൊണ്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത്, ആരെയാണ് ഉദ്ദേശിക്കാത്തത്? രണ്ട് പറഞ്ഞെങ്കിലേ നമുക്ക് വ്യക്തതയുണ്ടാകത്തുള്ളൂ. അപ്പോൾ ആദ്യമായി ഇവിടെ ആരെയാണ് പരാമർശിക്കാത്തത് എന്ന് നാം അന്വേഷിക്കുമ്പോൾ മനസ്സിലായി വരുന്നത്, സ്വാഭാവികമായി, അതായത് മനുഷ്യൻ്റെ ശാരീരികമായ കണ്ണ് ഏതെങ്കിലും കാരണവശാൽ കാഴ്ച നശിച്ച് ഒന്നും കാണാൻ വയ്യാതെ ഇരിക്കുന്ന ആളുകളെ, അങ്ങനെയുള്ളവരെ മാത്രം അന്വേഷിച്ചാണ് യേശു വന്നത് എന്ന് വിശ്വസിക്കുവാൻ യാതൊരു ന്യായവുമില്ല. കുരുടർ എന്ന ആ ഒരു പദം കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു സൂചന കൊണ്ട്, അടയാളം കൊണ്ട് യേശു ഉദ്ദേശിക്കുന്നത് ആത്മീകമായി കണ്ണു തുറക്കാത്തവർ, ദർശനം പ്രാപിക്കാത്തവർ, കാണാൻ കഴിവില്ലാത്തവർ എന്നുള്ളതത്രേ. ആ അവസ്ഥ എന്താണ് എന്ന് കുറച്ചുകൂടെ സൂക്ഷ്മമായി മനസ്സിലാക്കുവാൻ നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ മനസ്സിലാക്കുന്നത് നമുക്ക് വളരെ പ്രയോജനം ചെയ്യും. അത് നമ്മെ കൂടുതൽ ചിന്തിപ്പാനായി പ്രേരിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നാം പൊതുവായി വെച്ച് പുലർത്തുന്ന അവ്യക്തമായ ധാരണകൾക്കപ്പുറത്ത് കടന്നു ചെന്ന് കൂടുതൽ സൂക്ഷ്മമായും വ്യക്തമായും അല്പം കൂടെ ആഴമേറിയതുമായി ചിന്തകൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരവസ്ഥയിലേക്ക്, ആഴത്തിൽ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുന്ന അവസ്ഥയിലേക്ക് കടന്നു ചെല്ലുന്നത് ഏറ്റവും അഭ്യുഗാമ്യമാണ് എന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഏവരോടും സാക്ഷീകരിച്ചു കൊള്ളട്ടെ. അപ്പോൾ ആരാണ് ഈ ആത്മീയമായ കുരുടർ? ഭൗതികമായ കുരുടരുണ്ട്, ആത്മീകമായ കുരുടരുണ്ട്. ഭൗതികമായ കുരുടർ, അല്ലെങ്കിൽ ശാരീരികമായ കുരുടർക്ക് സൂര്യപ്രകാശം, ചന്ദ്രപ്രകാശം, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കൊണ്ട് കത്തുന്ന വിളക്ക്, അല്ലെങ്കിൽ മെഴുകുതിരി, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ സഹായത്താൽ ഒന്നും കാണാൻ കഴിയുന്നില്ല. എന്നാൽ ആത്മീകമായ കുരുടർ, അവരുടെ അവസ്ഥ ഇതല്ല. അവർക്ക് മറ്റുള്ളവരെ പോലെ രണ്ട് കണ്ണില്ല, അല്ലെങ്കിൽ ഭൗതികമായ കണ്ണുകൾക്ക് കാഴ്ചയില്ല, അത് പ്രവർത്തനക്ഷമതയുള്ളതല്ല എന്നതല്ല പ്രശ്നം. അവർക്കെല്ലാവരെയും പോലെ നല്ല കണ്ണുകളുണ്ട്, ആരോഗ്യപരമായ കണ്ണുകളുണ്ട്, പല കാര്യങ്ങളും വളരെ വ്യക്തമായി കാണാനുള്ള കണ്ണുകളുണ്ട്. പക്ഷേ ആ കണ്ണുകൾ പ്രവർത്തിക്കുന്നത് ആത്മീയമായ വിധത്തിലല്ല എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടാണ്, അതെങ്ങനെയാണ് എന്ന് കുറച്ചുകൂടെ സൂക്ഷ്മമായി വെളിപ്പെടുത്തുവാൻ എനിക്ക് കടമയുള്ളത് കൊണ്ട് ഞാനതിനു വേണ്ടി ശ്രമിച്ചു കൊള്ളട്ടെ. ഞാൻ എന്നെ തന്നെ പരിശോധിക്കുമ്പോൾ, എൻ്റെ ചെറുപ്പകാലത്ത്, എൻ്റെ യൗവനകാലത്ത് ഞാൻ ഏതാണ്ട് പത്രോസിനെ പോലെയായിരുന്നു. പത്രോസ് എടുത്തുചാട്ടക്കാരനാണ് എന്ന് നാം കാണുന്നുണ്ട്. പത്രോസിനെ പറ്റി 4 സുവിശേഷങ്ങളിലും
ചിത്രീകരിക്കുന്നതനുസരിച്ച് നോക്കുമ്പോൾ അവൻ്റെ തനതായ സ്വഭാവം അവൻ എടുത്തുചാട്ടക്കാരനായിരുന്നു. ഇംഗ്ലീഷിൽ അതിന് ഇമ്പൾസീവ് എന്ന് പറയും. എന്താണ് ഇമ്പൾസ്? നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന, നാം വേണ്ടതുപോലെ തിരിച്ചറിയാത്തത് കൊണ്ട് നമുക്ക് അതിന്മേൽ ആവശ്യമായ നിയന്ത്രണമില്ലാത്ത ഒരു പ്രവണതയാണ് ഈ എടുത്തുചാട്ടം എന്ന് പറയുന്നത്, ഇമ്പൾസീവ് ആക്ഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും നാം ഇമ്പൾസീവായിട്ട് അല്ലെങ്കിൽ എടുത്തുചാട്ടത്തിൻ്റെ അവസ്ഥയിൽ പ്രവർത്തിക്കുമ്പോൾ, പ്രതികരിക്കുമ്പോൾ, ഏതെങ്കിലും സംരംഭത്തിന് പുറപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, വേണ്ടതുപോലെ അറിയാതെയാണ് ഞാൻ എന്നെ തന്നെ വേണ്ടതുപോലെ അറിയാതെ, ഞാൻ ഏർപ്പെടാൻ പോകുന്ന സാഹചര്യത്തെ വേണ്ടതുപോലെ അറിയാതെ, ഞാൻ എന്തിനു വേണ്ടി അതിൽ പ്രവേശിക്കുന്നു എന്നത് വേണ്ടതുപോലെ മനസ്സിലാക്കാതെ, ഏതാണ്ട് കണ്ണുമടച്ച് നടക്കുന്ന വിധത്തിലാണ് ഞാൻ ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടത് എന്ന് നമുക്ക് എപ്പോഴൊക്കെ അനുഭവം വന്നിട്ടുണ്ടോ, ആ സമയത്തൊക്കെയും നാം എടുത്തുചാട്ടം അല്ലെങ്കിൽ ഇമ്പൾസീവായിട്ടാണ് പ്രവർത്തിച്ചത് എന്ന് പറയുമ്പോൾ അത് ഏകദേശം ലളിതമായി അത് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് വിധത്തിൽ തീരുമാനങ്ങളെടുക്കാം. ഒന്ന് ഇമ്പൾസീവായിട്ട്, മറ്റേത് വിത്ത് ഡ്യൂ ഡെലിബറേഷൻ എന്ന് പറയും. അതായത് എടുത്തുചാട്ടത്തിന് പകരം സംഗതികൾ, അവസരങ്ങൾ, അവസ്ഥകൾ, സാഹചര്യങ്ങൾ വളരെ സമചിത്തതയോടുകൂടെ വിശകലനം ചെയ്ത് ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇതിൻ്റെ സാധ്യത എന്താണ്, ഞാൻ ആരാണ്, ഈ ഒരു സാഹചര്യത്തോട് ഞാൻ ബന്ധം പുലർത്തുമ്പോൾ അത് പ്രകാരമായിരിക്കണം. കാരണം ഓരോ വ്യക്തിയും പ്രത്യേകതയുള്ള വ്യക്തിത്വങ്ങളുടെ ഉടമയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അനേക വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് മറ്റൊരാൾ ഒരു സാഹചര്യത്തോട് ഇടപെടുന്നത് പോലെ അല്ല ഞാൻ ഇടപെടേണ്ടത്. എൻ്റെ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചും ആ പ്രത്യേകത എനിക്ക് നൽകിയ ദൈവികമായ ഉദ്ദേശം എന്ത് എന്ന് തിരിച്ചറിഞ്ഞും വേണം ഞാൻ ആ സാഹചര്യത്തിൽ ഇടപെടാൻ. അങ്ങനെയുള്ള കരുതൽ എടുത്തുചാട്ടം അതിന് നേരെ വിപരീതമാണ് കരുതൽ. ആ ഒരു മനോഭാവത്തോടെ നാം നമ്മുടെ ജീവിതാവസ്ഥകളോടും സാഹചര്യങ്ങളോടും നമ്മുടെ തന്നെ വ്യക്തിത്വത്തോടും പ്രതികരിക്കുന്ന അവസ്ഥ എടുത്തുചാട്ടത്തിൻ്റെ അവസ്ഥയുടെ വിരുദ്ധമാണ്. തികച്ചും ഇറ്റ് ഈസ് ദി ഓപ്പോസിറ്റ് ഓഫ് ഇമ്പൾസീവ് ആക്ഷൻ ആൻഡ് ഇമ്പൾസീവ് സ്റ്റേറ്റ് ഓഫ് ബീയിങ്. ഇത് വ്യക്തമായി ഞാൻ കരുതുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഇമ്പൾസീവായിട്ട് എടുത്തുചാട്ടത്തിൽ അവസ്ഥയിൽ പ്രവർത്തിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഞാൻ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് സൂചിപ്പിച്ചതുപോലെ നാം എടുത്തുചാട്ടത്തിൻ്റെ അവസ്ഥയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നാം മനസ്സിലാക്കാത്ത, ഒരുപക്ഷെ യുക്തിക്ക് നിരക്കാത്ത ഏതോ ഒരു മർമ്മം, അതെന്താണെന്ന് നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ, അത് നമ്മെ നയിക്കുന്നു. അതുകൊണ്ട് നാം ഏത് സാഹചര്യത്തിലാണ് ആയിരിക്കുന്നത്, അതിൻ്റെ പ്രത്യേകത എന്താണ്, അർത്ഥം എന്താണ്, അതിൻ്റെ വാസ്തവികത എന്താണ്, മാത്രവുമല്ല ഈ ഒരു അവസ്ഥയിൽ എന്നെപ്പറ്റി ദൈവം എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നൊന്നും പരിഗണിക്കാൻ ആ അവസ്ഥയിൽ സാധ്യമല്ല. എടുത്തുചാട്ടത്തിൽ ഇമ്പൾസീവ് ആക്ഷൻ സ്റ്റേജിൽ സാധ്യമല്ല. അപ്പോൾ ആ അവസ്ഥയിൽ ആയിരിക്കുന്ന വ്യക്തിയുടെ അവസ്ഥയാണ് അന്ധത അല്ലെങ്കിൽ കുരുടൻ ആയിരിക്കുന്ന അവസ്ഥ. എന്താണ്? ഒന്നും കാണാൻ കഴിയുന്നില്ല. എന്തെങ്കിലും കാണുന്നതിന് മുൻപേ, മനസ്സിലാക്കുന്നതിന് മുൻപേ, അതിൻ്റെ അർത്ഥമോ അതിൻ്റെ ലക്ഷ്യമോ അറിയുന്നതിന് മുമ്പേ എടുത്തൊരു ചാട്ടം. ചാടിക്കഴിഞ്ഞിട്ടാണ് പതുക്കെ പ്രശ്നങ്ങളും നൂലാമാലകളും വരുമ്പോൾ അതെന്താണ് എന്ന് കണ്ണ് തുറന്നു വരുന്നത്. അപ്പോൾ കണ്ണടച്ചുകൊണ്ട് ആണ് എടുത്തുചാട്ടക്കാർ പ്രവർത്തിക്കുന്നത്. ഇനി എടുത്തുചാട്ടക്കാരല്ല എന്ന് വിചാരിച്ചു, നമ്മളങ്ങനെ എടുത്തുചാട്ടക്കാരല്ല. പക്ഷേ നാം വേണ്ടതുപോലെ ചിന്താശക്തിയെ വളർത്തിയെടുക്കുന്നില്ല, യാഥാർത്ഥ്യബോധം വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നില്ല, സംഗതികളെയും സംഭവങ്ങളെയും പ്രശ്നങ്ങളെയും വസ്തുനിഷ്ഠമായി മനസ്സിലാക്കാൻ
ശ്രമിക്കണം എന്ന ഒരു ബോധ്യം നമുക്കില്ല, അതിനുള്ള അച്ചടക്കം നാം സ്വീകരിച്ചിട്ടില്ല. അങ്ങനെയുള്ള അവസരത്തിൽ നാം നമ്മുടെ ജീവിത സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നത് ഏതാണ്ട് കണ്ണുമടച്ച് പ്രതികരിക്കുന്ന പോലെ ആയിരിക്കും. പലരും വിവാഹ ജീവിതത്തിൽ അങ്ങനെ പ്രവേശിച്ച് ആജീവനാന്തം നരകം അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ സംഖ്യ തുച്ഛമല്ല. ഇത് മാത്രം ഞാൻ തൽക്കാലം സൂചിപ്പിച്ചു കൊള്ളട്ടെ. പലരും ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഏതടിസ്ഥാനത്തിൽ ഈ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നതിനെപ്പറ്റി അവരോട് ചോദിച്ചാൽ അവർ മിഴിച്ചു നോക്കാനാണ് സാധ്യത. കാരണം അവർ ആ സുപ്രധാനമായ തീരുമാനങ്ങളെടുത്തത് അന്ധതയുടെ അവസ്ഥയിലാണ്. ഒന്നും കാണുകയും മനസ്സിലാക്കുകയും പരിഗണിക്കുകയും ചെയ്യാതെ ഏതോ ഒരു പരിഗണനയിൽ, ആ പരിഗണന എന്താണെന്ന് പോലും ബോധ്യമില്ലാതെ അതിലേക്ക് കാല് എടുത്തു വച്ചു. ഇത് എല്ലാവരുടെയും അവസ്ഥയാണ്. ഈ ഒരു പ്രവണത എല്ലാറ്റിലുമുണ്ട്. ആ അവസ്ഥയിൽ നാം കുരുടരാണ്. രണ്ടാമതായിട്ട്, ഇത് നാം നമ്മുടെ ഉള്ളിലെ ഇമ്പൾസിൻ്റെ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്, മറ്റുള്ളവരുടെ അഭിപ്രായം. നമുക്കറിയാം, മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? നാം ഏത് സമൂഹത്തിൽ വസിക്കുന്നുവോ ആ സമൂഹത്തിൽ കുടികൊള്ളുന്ന, സ്ഥിതി ചെയ്യുന്ന ആശയങ്ങൾ, സങ്കല്പങ്ങൾ, മാനദണ്ഡങ്ങൾ എന്തായിരിക്കണം, എന്തായിക്കൂടാ, എന്തുടുക്കണം, എന്ത് തിന്നണം, എവിടെയായിരിക്കണം, എങ്ങനെയായിരിക്കണം, ഏത് ലക്ഷ്യത്തെ ലാക്കാക്കി ഓടണം, ഇതിനെപ്പറ്റിയൊക്കെ ആ സമൂഹത്തിൽ പൊതുവായ ധാരണയുണ്ട്. അപ്പോൾ ആ സമൂഹം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആ ധാരണകളോടും സങ്കല്പങ്ങളോടും ലക്ഷ്യങ്ങളോടും നാം അനുരൂപരായി മുൻപോട്ട് പോകണമെന്നുള്ളതാണ്. മാത്രവുമല്ല, സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ രാഷ്ട്രീയം. നമ്മുടെ യുഗം പബ്ലിക് ഒപ്പീനിയൻ്റെ, പൊതുവായ അഭിപ്രായത്തിൻ്റെ യുഗമാണ്. വി ആർ ലിവിങ് ഇൻ എൻ ഏജ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. എന്താണ് ഈ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്? എനിക്ക് എൻ്റേതായ ഒരു അഭിപ്രായമില്ല. മറ്റുള്ളവർ പറയുന്ന അവരുടെ അഭിപ്രായം മാത്രമാണ് എൻ്റെ അഭിപ്രായം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള GK ചെസ്റ്റർട്ടൺ ഒരിക്കൽ പറഞ്ഞു, പബ്ലിക് ഒപ്പീനിയൻ ഈസ് എനി ഒപ്പീനിയൻ അതർ ദാൻ മൈ ഓൺ ഒപ്പീനിയൻ. എന്താണ് ഈ പബ്ലിക് ഒപ്പീനിയൻ? എൻ്റേത് ആയ ഒരു അഭിപ്രായം എനിക്കില്ല, മറ്റുള്ളവരുടെ അഭിപ്രായമാണ് എൻ്റെ അഭിപ്രായം. അതാണ് പബ്ലിക് ഒപ്പീനിയൻ. അപ്പോൾ അങ്ങനെ ആ അവസ്ഥയിൽ കഴിയുന്ന ആളുകൾ ആധുനിക യുഗത്തിൻ്റെ, നമ്മുടെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു ശാപമാണിത്. ഇത് മുന്നമേ കണ്ടുകൊണ്ടാണ് വേർഡ്സ്വർത്ത് പറഞ്ഞത്, ദ വേൾഡ് ഈസ് ടു മച്ച് വിത്ത് അസ്. ഈ ലോകം നമ്മെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അത് നമ്മുടെ ഉള്ളിലേക്ക് തുളച്ചു കയറി നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഉള്ളിലിടം പിടിച്ച് നമ്മളെ കോളനിവൽക്കരിച്ച് നമ്മുടെ ചിന്താശക്തി നമ്മളിൽ നിന്ന് അകറ്റി നമ്മളെക്കൊണ്ട് ആ യുഗത്തിൻ്റെ താല്പര്യമനുസരിച്ച് മാത്രം പ്രവർത്തിക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ട് നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ അവസ്ഥയിൽ കഴിയുന്ന ആളുകൾ, അതായത് ലോകത്തിൻ്റെ അഭിപ്രായങ്ങൾക്കും ലോകത്തിൻ്റെ താല്പര്യങ്ങൾക്കും കാലാകാലങ്ങളിൽ നിലവിൽ വരുന്ന പരിഷ്കാരങ്ങൾക്കും അടിമകളായി ജീവിക്കുന്ന ആളുകൾ, അവരും അന്ധരാണ്, കുരുടരാണ്. കാരണം അവർ ഏത് സാഹചര്യത്തിലായാലും ആ സാഹചര്യത്തിൻ്റെ സത്യം അറിയുവാനോ ആ സാഹചര്യത്തിൽ എത്രമാത്രം ഉത്തരവാദിത്വ ബോധത്തോടെ അല്ലെങ്കിൽ ആത്മീയമായ ദർശനത്തിൽ നിലപാടെടുക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യണം എന്നതിനെപ്പറ്റി അവർക്ക് അല്പം പോലും ബോധമുണ്ടാകുകയില്ല. പിന്നെയോ അവരുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് ഈ യുഗം അവരോടെന്ത് പറയുന്നു, ഈ യുഗം അവരെ കൊണ്ട് എപ്രകാരം പ്രവർത്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നു, ഞാൻ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ, അങ്ങനെ നിന്നില്ലെങ്കിൽ, അവിടെ പോയില്ലെങ്കിൽ, ഇവിടെ വന്നില്ലെങ്കിൽ മറ്റുള്ളവരെന്ത് പറയും. ഇപ്പം ഞാൻ ഈ യുഗത്തിൽ, വളരെ പരിഷ്കാരമേറിയ യുഗത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്ന് എങ്ങനെയാണ് 4 പേരുടെ മുമ്പിൽ പറയുന്നത്? വിശ്വാസം എന്നതിൽ കഴമ്പുണ്ട് എന്ന് ഞാൻ 10 ആളുടെ മുമ്പിൽ, പ്രത്യേകിച്ച് ഈ ബുദ്ധിമാന്മാരുടെ യൂണിവേഴ്സിറ്റി കോണ്ടെക്സ്റ്റിലൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ളിടത്ത് എങ്ങനെയാണിത് പറയുന്നത്? അപ്പോൾ അവിടെ നാം കാണുന്നത്, ഞാനിപ്പോൾ യൂണിവേഴ്സിറ്റി കോണ്ടെക്സ്റ്റിലായിരിക്കുമ്പോൾ അവിടെയുള്ള നിലപാടുകളും മനോഭാവങ്ങളും എപ്രകാരം ഒരു വ്യക്തി പ്രവർത്തിക്കണം എന്ന ആ നിർബന്ധങ്ങൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ഞാൻ അന്ധനാണ്. കാരണം സത്യം കാണാനുള്ള കണ്ണ് എനിക്ക് അപ്പോഴുമില്ല. അപ്പോൾ എൻ്റെ ആന്തരികമായ ആ ഉൾവലികൾ, ഇമ്പൾസസ് എടുത്തുചാട്ടം അതെന്നെ അന്ധനാക്കും. അതുപോലെ തന്നെ ബാഹ്യമായ ഈ പ്രേരണകൾ, സമ്മർദ്ദങ്ങൾ, പ്രലോഭനങ്ങളും എന്നെ അന്ധനാക്കും. ഈ രണ്ട് ഘടകങ്ങളും കൂടി ചേരുമ്പോൾ നമ്മുടെ അന്ധത വളരെ വലുതായിത്തീരും. ഇതിൻ്റെ പ്രാധാന്യം, ഇതെത്രമാത്രം സങ്കീർണവും വലിയതുമായ ഒരു പ്രശ്നമാണ് എന്ന് വേണ്ടതുപോലെ എനിക്ക് നിങ്ങളെ മനസ്സിലാക്കി തരുവാൻ കഴിവുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. പക്ഷേ ഇതിൻ്റെ തുടർന്നുള്ള അന്വേഷണം ഞാൻ നിങ്ങളുടെ ചുമതലയിൽ ഏൽപ്പിച്ചുകൊണ്ട്, ഇനിയും യേശു പറഞ്ഞു, ഞാൻ കുരുടരുടെ കണ്ണ് തുറക്കാൻ വന്നവനാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അപ്പോൾ ഇതാണ് കുരുടരുടെ അവസ്ഥ. കണ്ണ് കാണാൻ വയ്യാത്ത, ആത്മീകമായ വിധത്തിൽ ആത്മാവിൻ്റെ കണ്ണുകൊണ്ട് സ്വയത്തെയും ലോകത്തെയും യാഥാർത്ഥ്യങ്ങളെയും കാണുകയും അപ്രകാരം ജീവിതം കരുപ്പിടിപ്പിക്കുകയും ചെയ്യാൻ കഴിവില്ലാത്ത ആളുകൾ, ആ അവസ്ഥ, അതിൽ നിന്ന് അവരുടെ കണ്ണ് തുറക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നമുക്കറിയാം, നമുക്ക് കാഴ്ചയുണ്ടാകുന്നത്, ഭൗതികമായ കാഴ്ച, നമുക്ക് കണ്ണുള്ളത് കൊണ്ട് എല്ലാം കാണണമെന്നില്ല. ഇപ്പോൾ ഞാൻ ഈ മുറിയിലിരിക്കുമ്പോൾ കറണ്ട് പോയി, കുറ്റി ഇരുട്ടാണ്, എൻ്റെ മേശപ്പുറത്ത് എൻ്റെ മുമ്പിലിരിക്കുന്ന എന്താണെന്ന് എനിക്ക് കാണാൻ കഴിവില്ല. അപ്പോൾ എൻ്റെ രണ്ട് കണ്ണും ഭംഗിയായി പ്രവർത്തിക്കുന്നുവെങ്കിലും എനിക്ക് കാഴ്ചയുടെ അനുഭവത്തിലേക്ക് വരണമെങ്കിൽ എനിക്ക് അതീതമായ ഒരു ഘടകം എന്നെ അതിന് സഹായിക്കണം. നമുക്കറിയാം, സൂര്യനും ചന്ദ്രനും അങ്ങനെയാണ്. അപ്പോൾ സൂര്യചന്ദ്രന്മാർക്ക് അതീതമായ മനുഷ്യന് ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് വെളിച്ചം ഭവനത്തിൽ ഇരിക്കുന്ന മുറിയിൽ ഇപ്പോൾ വെളിച്ചമുണ്ട്. സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ അല്ല, അത് വൈദ്യുതിയുടെ വെളിച്ചമാണ്. ഏതായാലും എനിക്ക് അതീതമായ ഒരു ഘടകം കൂടെ എന്നെ സഹായിച്ചെങ്കിൽ മാത്രമേ എനിക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് രണ്ട് കണ്ണില്ല എങ്കിലും എനിക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ കണ്ണുണ്ട്, വെളിച്ചമില്ല, കാണാൻ സാധിക്കില്ല. അപ്പോൾ കുരുടന്മാരുടെ കണ്ണ് തുറക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോഴവർക്ക് കാണാൻ വയ്യ, എന്നാൽ ആ അവസ്ഥയിൽ നിന്ന് അവർക്ക് കാണാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ഞാൻ കൊണ്ടുപോകാൻ വന്നതാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരർത്ഥം, നാം കാണാൻ കഴിയാതെ പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, നമുക്ക് കണ്ണുണ്ട്, നല്ല കണ്ണുകളുണ്ട്, പ്രവർത്തനശേഷിയുള്ള രണ്ട് കണ്ണുകളുണ്ട്. പക്ഷേ ഈ കണ്ണുകളെ വേണ്ടത് കാണുവാൻ സഹായിക്കത്തക്ക ഒരു വെളിച്ചം നമുക്കില്ലാതെ പോകുന്നു. ആ വെളിച്ചം യേശുവാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ആ വെളിച്ചം നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ നാം അതുവരെ കാണാത്തത് പലത് കാണുകയും മനസ്സിലാക്കാത്തത് പലതും മനസ്സിലാക്കുകയും മറഞ്ഞിരിക്കുന്ന അർത്ഥങ്ങളും സാധ്യതകളും നാം തിരിച്ചറിയുകയും ചെയ്യും. അങ്ങനെ തിരിച്ചറിയുന്നത് കൊണ്ട് നാം അതിന് മുൻപ് പ്രവർത്തിക്കാത്ത വിധത്തിൽ നാം പ്രവർത്തിക്കുകയും അതുകൊണ്ട് തന്നെ മുൻപൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത അവസ്ഥയിലേക്ക് നാം പുരോഗമിക്കുകയും ചെയ്യും. തൽഫലമായി നമ്മുടെ വ്യക്തിത്വത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാകും. പേഴ്സണൽ ട്രാൻസ്ഫർമേഷൻ, വ്യക്തിപരമായ രൂപാന്തരം സംഭവിക്കും. ഇതൊരു വലിയ അനുഗ്രഹത്തിൻ്റെ അവസ്ഥയാണ് എന്നാണ് യേശു നമ്മെ അറിയിക്കുന്നത്. അപ്പോൾ നാം കുരുടരാണ്, കാഴ്ചശക്തിയില്ലാത്തവരാണ് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം എന്നാണ് യേശു പറയുന്നത്. അപ്പോൾ ഇനിയും അതിൻ്റെ നമ്മുടെ അനുഭവത്തിൽ കൂടെ ഒന്നിട്ട് കാര്യം കൂടെ സൂചിപ്പിച്ചിട്ട് ഞാൻ ഉപസംഹരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം ഞാൻ പല ആശയങ്ങൾ പല സാഹചര്യങ്ങളിൽ ഏവരുമായി പങ്കിട്ടുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന്
ഏവർക്കും അറിയാവുന്നതാണ്. മനുഷ്യർക്ക് പൊതുവെ പ്രയോജനം വരുന്ന ആശയങ്ങളാണ് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് യേശുവിൻ്റെ പഠിപ്പീരുകളുടെ വെളിച്ചത്തിൽ ഈ വീഡിയോകളിൽ, ബഹുഭൂരിപക്ഷം വീഡിയോകളിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നത് എന്ന് നിങ്ങളിതിനോടകം തിരിച്ചറിഞ്ഞ് കാണും. ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ 2 തുലവും വ്യത്യസ്തമായ പ്രതികരണങ്ങൾ എനിക്ക് ലഭിക്കാറുണ്ട്. അപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത ആൾ കണ്ടു കഴിയുമ്പോൾ ഒരു വ്യക്തി പറയും, ഈ അസാധാരണമായ വെളിപ്പെടുത്തലിന് നന്ദി, ഇത് ദൈവികമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അനുഭവിക്കുന്നു. മറ്റൊരു വ്യക്തി പറയും, ഇവൻ പൊട്ടനാണ് എന്ന് പറയും. അത് അദ്ദേഹം ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്, അല്ലാതെ എന്നെ അപലപിക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹം കണ്ണുണ്ട്, അപ്പോൾ എൻ്റെ വീഡിയോ കാണാം. പക്ഷേ 2 കണ്ണുണ്ടായിട്ടും ആ വീഡിയോയിലെ ആശയങ്ങൾ എന്ത് എന്ന് തിരിച്ചറിയുവാൻ തക്കതായ ഒരു ആന്തരിക സ്വാതന്ത്ര്യം അദ്ദേഹത്തിനില്ല. ഇപ്പോൾ നാം കുറച്ചുകൂടി ശ്രദ്ധിക്കുമെങ്കിൽ, ഈ ആശയം പറയുന്ന ഇയാൾ പൊട്ടനാണ് എന്ന് ഒരാൾ പറയുമ്പോൾ തീർച്ചയായും അതിൻ്റെ പുറകിൽ ഒരു ധർമ്മരോഷമുണ്ട്. എന്തുകൊണ്ടാണ് ഒരാളങ്ങനെ കോപം അനുഭവിക്കുന്നത്? ഞാൻ അദ്ദേഹത്തെ അപലപിച്ചിട്ടില്ല, അദ്ദേഹത്തെ വഴക്ക് പറഞ്ഞില്ല, അല്ലെങ്കിൽ ശാരീരികമായി ഉപദ്രവിച്ചില്ല, അദ്ദേഹത്തെ അപലപിച്ചില്ല, ഞാൻ പൊതുവായ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ അത് സ്വയമേ വന്ന് കണ്ടിട്ട്, ഞാൻ ആർക്കും ഇത് അയച്ചു കൊടുക്കുന്നതല്ല, ഇത് കാണുമെന്ന് ഞാൻ ആരെയും വന്ന് പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് ഹേമിക്കുന്നില്ല, നിർബന്ധിക്കുന്നില്ല. സ്വമേധയായി വന്ന് ഇത് കണ്ടിട്ട് ഇത്രമാത്രം കോപം തോന്നാൻ കാരണം ഈ എടുത്തുചാട്ടത്തിൻ്റെ അവസ്ഥയാണ്. അത് എൻ്റെ ഉള്ളിൽ ഞാൻ അറിയാത്ത പല കാര്യങ്ങളും ഇടം പിടിച്ചിരിക്കുന്നു, എന്നെ കോളനിവൽക്കരിച്ചിരിക്കുന്നു. ഞാനല്ല, ആ മർമ്മമാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസപ്പോസ്തലൻ പറയുന്നുവല്ലോ, ഇനി ഞാനല്ല, എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് ക്രിസ്തു അത്രേ. അപ്പോൾ ആത്മീയമായി ഉണർവ് അല്ലെങ്കിൽ വീണ്ടും ജനനം പ്രാപിച്ചൊരു വ്യക്തിയുടെ ഉള്ളിൽ യേശു എന്ന മർമ്മം വസിച്ചിട്ട് അവൻ കാണുന്ന രീതിയും പ്രതികരിക്കുന്ന രീതിയും അവൻ്റെ ജീവിത ലക്ഷ്യങ്ങളുമൊക്കെ പുനഃസംഘടിപ്പിക്കുന്നത് പോലെ തന്നെ ആ ഒരവസ്ഥ പ്രാപിക്കുന്നതിന് മുൻപ് അവൻ്റേതായ ഇമ്പൾസ്, അവൻ്റേതായ എടുത്തുചാട്ടത്തിൻ്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ സ്വഭാവം അവനെ കോളനിവൽക്കരിച്ച് അവൻ്റെ മുൻപിൽ വരുന്ന ഈ ആശയത്തെ മനസ്സിലാക്കരുത് എന്ന് മാത്രമല്ല, അതിനെ തെറ്റിദ്ധരിക്കാൻ, ഏറ്റവും മോശമായി തെറ്റിദ്ധരിക്കാൻ പ്രേരിപ്പിക്കുന്നൊരവസ്ഥയിലാണ്. ആ അവസ്ഥയിൽ നിന്ന് അദ്ദേഹം ഇത് കാണുമ്പോൾ ന്യായമായും കോപം ജ്വലിക്കുന്നു, തീ കത്തുന്നത് പോലെ കോപം ജ്വലിക്കുന്നു. തൽഫലമായി അദ്ദേഹം ഈ കട്ടിയുള്ള വളരെ സാഹിത്യപരമായ പദങ്ങൾ പ്രയോഗിച്ച് എനിക്കുള്ള പ്രതിഫലം തരുന്നു. ഇതാണ് അതിനകത്തെ യാഥാർത്ഥ്യമെന്ന് നിങ്ങൾക്കറിയാം. ഇനിയും ഇതിൻ്റെ കൂടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, താരിപ്പുകൾ നമ്മളെ അന്ധരാക്കും. നമുക്കറിയാം, ഞാനൊരു CSI സഭയുടെ പശ്ചാത്തലത്തിൽ വളർന്നു വന്നു. നിങ്ങൾ ചിലർ ഓർത്തഡോക്സുകാർ, ചിലർ ഓർത്തഡോക്സുകാർ, ചിലർ യാക്കോബക്കാർ, ചിലർ കത്തോലിക്കർ, ചിലർ മെത്തഡിസ്റ്റുകാർ, ചിലർ ബാപ്റ്റിസ്റ്റുകാർ, മറ്റും ചെറുപ്പം മുതലേ ഈ ഒരു പശ്ചാത്തലത്തിലാണ് വളർന്നത്. ഇതിനെല്ലാം പൊതുവായി നാം ക്രിസ്ത്യാനികളായും വളർന്നു വന്നു. അപ്പോൾ ക്രിസ്ത്യാനിയാണെങ്കിൽ ഞായറാഴ്ച പള്ളിയിൽ പോകണം. അപ്പോൾ നാം ക്രിസ്ത്യാനികളാണോ അല്ലയോ എന്നെങ്ങനെയാണ് അറിയുന്നത്? ഞായറാഴ്ച പള്ളിയിൽ പോകാൻ ആണ്ട സമയത്ത് കാലിൻ്റെ വെള്ളയിലൊരു ചൊറിച്ചിൽ വന്നാൽ ക്രിസ്ത്യാനിയാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, എന്നോട് ഒരു ഓർത്തഡോക്സ് എരിവുകാരൻ പറഞ്ഞതാണ്. ഞായറാഴ്ച രാവിലെ വരുമ്പോൾ എൻ്റെ കാലിൻ്റെ വെള്ളയിൽ നിന്നൊരു ചൊറിച്ചിലിങ്ങി കയറി വരും, അത് പള്ളിയിൽ പോകാനാണ്, പള്ളിയിൽ പോയി കഴിഞ്ഞെങ്കിലേ ആ ചൊറിച്ചിൽ നിൽക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അത് അദ്ദേഹം തന്മയത്തോട് പറഞ്ഞാൽ, അത് ഇംഗ്ലീഷിലാണ് പിക്ചറസ്ക് ലാംഗ്വേജ് എന്ന് പറയും, അതായത് ചിത്രത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുക. അപ്പോൾ എൻ്റെ അർത്ഥം,
ഈ പള്ളിയിൽ പോവുക എന്ന താരിപ്പ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വളരെ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു. അപ്പോൾ ആ താരിപ്പിൻ്റെ പ്രലോഭനത്തിൽ അല്ലെങ്കിൽ പ്രേരണയിൽ, സമ്മർദ്ദത്തിൽ മാത്രമേ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. അതെന്തെങ്കിലും അവിടെ പോയി കണ്ടിട്ടോ അറിഞ്ഞിട്ടോ അതിലെന്തെങ്കിലും മേന്മയുണ്ടോ എന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല. അവിടെ പോകണം. അത് ചെറുപ്പം മുതലേ പഠിച്ചതാണ്. ഇപ്പം സർക്കസിൽ കൊണ്ടു നടക്കുന്ന ആനയുടെ കാര്യം പറയുമ്പോൾ, എന്തുകൊണ്ടാണ് ഒരു ചെറിയ കുറ്റിയിൽ ഒരു വലിയ ആനയെ കെട്ടിയിട്ടാൽ അതുപോലെ സൗമ്യതയോടെ അവിടെ നിന്ന് പോകുന്നത്? ഈ കുറ്റി പറിച്ചുകൊണ്ട് പോകാൻ ഈ ആനയ്ക്ക് ഒരു 2 സെക്കൻഡ് വേണ്ട. പക്ഷേ ഈ വലിയ ആന അതിന് ശ്രമിക്കാറില്ല. 6 ടൺ ഭാരമുള്ള ഈ ആന അതിന് ശ്രമിക്കാറില്ല. കാരണം എന്താണ്? ഈ ആന ഒരു കുട്ടിയാനയായിരിക്കുമ്പോൾ അതിനെ പിടിച്ചു, അതിനെ പരിശീലിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ കുറ്റിയിൽ കെട്ടിയിട്ടു. അന്നത് വലിച്ചു നോക്കി, കുറ്റി അനങ്ങിയില്ല. അപ്പോൾ ഈ ആനക്കുട്ടി തീരുമാനിച്ചു, ഇങ്ങനെയുള്ള കുറ്റി അത് കട്ടിയാണ്, അത് എത്ര പിടിച്ച് നോക്കിയാലും അത് ഇളകത്തില്ല. അന്ന് തൊട്ട് ഈ കുറ്റി കണ്ടാൽ ആന അവിടെ നിന്നുകൊള്ളും. മനുഷ്യൻ ഇതുപോലെ തന്നെയാണ്. ഈ താരിപ്പുകൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമുക്കൊന്നും കാണാനോ ഒന്നും അന്വേഷിക്കുവാനോ നമുക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ല. എന്തെങ്കിലും ഇതിൽ നിങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ കോപം കൊണ്ട് ജ്വലിക്കും. എന്തുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ അന്വേഷിപ്പീൻ, അന്വേഷിച്ചാൽ കണ്ടെത്തും? മനുഷ്യൻ്റെ മതപരമായ അവസ്ഥ ഈ താരിപ്പുകളുടെ മാത്രം ആകത്തുകയാണെന്ന് യേശു മനസ്സിലാക്കി. അങ്ങനെ താരിപ്പുകൾ കൊണ്ട് മാത്രം മതത്തിൻ്റെ മേഖലയിൽ കഴിയുന്നൊരു വ്യക്തിക്ക് കണ്ണു തുറന്ന് ആത്മാവിൻ്റെ വെളിച്ചത്തിൽ, ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ സത്യത്തെ തിരിച്ചറിയുവാൻ ഒരിക്കലും സാധ്യമല്ല. ആ സത്യം അവൻ്റെ മുമ്പിൽ പ്രകടമായി നിന്നാലും അവൻ ആത്യന്തികമായ വില കൊടുക്കുന്നത് ഈ താരിപ്പുകളുടെ ഉള്ളടക്കത്തിന് മാത്രമാണ്. അപ്പോൾ അവൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ വെളിച്ചത്തെ, മുൻപിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ 4 സുവിശേഷങ്ങളിൽ കൂടെ യേശുവിൻ്റെ ഉത്ബോധനങ്ങൾ, പഠിപ്പിക്കലുകൾ നമ്മുടെ എല്ലാം മുമ്പിൽ എപ്പോഴും സ്ഥിതി ചെയ്യുകയാണ്. പക്ഷെ അത് കാണാൻ കഴിയാതെ വണ്ണം നമ്മുടെ കണ്ണുകളെ അടച്ചു കളയുന്നത്, യേശുവിൻ്റെ സ്വരം കേൾക്കാതെ വണ്ണം നമ്മുടെ കാതുകളെ അടച്ചു കളയുന്നത് ഈ താരിപ്പുകളുടെ അടിമത്തത്തിലാണ്. നമ്മുടെ സഭാവിഭാഗങ്ങൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സംഭാവനയും ഭാരവും ഈ താരിപ്പുകളാണ്. എന്നാൽ ആ താരിപ്പുകളിലാണ് സഭകളുടെ ഊന്നൽ എപ്പോഴും. അപ്പോൾ ഈ താരിപ്പുകൾ കൊണ്ട് മനുഷ്യൻ്റെ ആത്മീയ സ്വാതന്ത്ര്യം നശിച്ചു പോകുന്നു എന്നത് അറിയാഞ്ഞിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാതിരിക്കാൻ വഴിയില്ല. മനുഷ്യൻ സ്വതന്ത്രനായി ചിന്തിച്ചാൽ അത് അപകടമാണ് എന്ന് വിചാരിക്കുന്നത് കൊണ്ട് മനുഷ്യനെ താരിപ്പുകളുടെ അടിമയായി ഈ കുട്ടിയാനെ ചെറിയ കുറ്റിയിൽ കെട്ടിയിട്ടതുപോലെ മനുഷ്യനെ കെട്ടിയിടാം എന്ന ഒരു ചിന്ത ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുക, അന്വേഷിക്കുക, മനസ്സിലാക്കുക, കണ്ടെത്തുക. ഞാൻ പറഞ്ഞു വന്നത് പലവിധമായ ആത്മീക കണ്ണ് കാണാൻ വയ്യാത്ത അവസ്ഥ, കുരുടരായിരിക്കുന്ന അവസ്ഥ, സ്റ്റേറ്റ് ഓഫ് സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്, അതിലാണ് നാം കഴിയുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം അനേകം ആളുകൾ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. ഈ താരിപ്പുകളിൽ മാത്രം തങ്ങി നിൽക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നിനെയും നമുക്ക് അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കാൻ ഒരു സാഹചര്യവുമില്ലാതെ കഴിയുമ്പോൾ നാം ഒരു തരത്തിൽ സമാധാനത്തിൽ അങ്ങനെ കഴിയുകയാണ്. പക്ഷേ ഈ സമാധാനം ശവക്കുഴിയുടെ സമാധാനമാണ് എന്ന് പലരും തിരിച്ചറിയുന്നില്ല. യേശുവിൻ്റെ വ്യക്തിത്വം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഒരു താരിപ്പിനും യേശു ഇടം കൊടുത്തില്ല എന്ന് നിങ്ങൾക്കറിയാം. യേശുവിൻ്റെ വ്യക്തിത്വം നിരന്തരമായി അന്വേഷിക്കുന്ന വ്യക്തിത്വമായിരുന്നു. അല്ലെങ്കിൽ സക്കായിയെ എരിഹോവിൽ പോയി കാണുകയോ ശമരിക്കാരി സ്ത്രീയെ യാക്കോബിൻ്റെ കുളക്കരയിൽ ചെന്ന് കണ്ടുമുട്ടുകയോ ചെയ്യുമായിരുന്നില്ല. കാണാതെ പോയതിനെ അന്വേഷിച്ച് യഥാസ്ഥാനത്താക്കുവാനായി മനുഷ്യപുത്രൻ വരുമായിരുന്നില്ല. താരിപ്പുകൾ മാത്രം മനുഷ്യൻ്റെ ജീവിതത്തിൽ അത് പര്യാപ്തമാണ് എങ്കിൽ ഇതൊന്നും സംഭവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്രിസ്തു മതത്തിൻ്റെ ക്രിസ്തു മാർഗത്തിൻ്റെ
അന്തസത്ത, ഈ താരിപ്പിൽ നിന്നുള്ള വിമോചനവും അന്വേഷണത്തിൻ്റെ ആ കർമ്മോത്സുകമായ സ്വാതന്ത്ര്യത്തിലേക്കുള്ള പ്രവേശനവുമാണ് എന്ന ഒരു തിരിച്ചറിവ് എന്തുകൊണ്ടോ 2000 വർഷം കൊണ്ട് നമുക്ക് പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഈ വൈകിയ വേളയിലെങ്കിലും ഏവരും തിരിച്ചറിയണമേ. നമ്മുടെ അവസ്ഥയുടെ നിജസ്ഥിതി മനസ്സിലാക്കുവാൻ നാം ശ്രമിക്കുകയും അതിൽ പതിയിരിക്കുന്ന അന്ധതയുടെ വിവിധ മുഖങ്ങൾ, അവയിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ഇടയാകണമേ. പുത്രൻ, ലോകത്തിൻ്റെ വെളിച്ചമായ യേശു നമ്മുടെ കണ്ണ് തുറന്നാൽ നാം യഥാർത്ഥത്തിൽ കാഴ്ചയുള്ളവരായിത്തീരും. അത് മനസ്സിലാക്കിയ ഭർത്യമായി യേശുവിനോട് അഭയാചന കഴിക്കുന്ന നമുക്കറിയാം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ അതുണ്ട്. ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ, ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ എന്നവൻ ഏറ്റവും ഉച്ചത്തിൽ നിലവിളിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ യേശു അവിടെ നിന്ന് അവനോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറയുന്നു, എനിക്ക് കാണണം, എനിക്ക് കാഴ്ച പ്രാപിക്കണം. അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. യേശു നമ്മോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? നമുക്ക് ഒറ്റ സ്വരത്തിൽ വിനയത്തോടെ മുട്ടുമേൽ നിന്ന് പറയാം, ഞങ്ങൾക്ക് കാഴ്ച പ്രാപിക്കണം, ഞങ്ങൾക്ക് കാഴ്ച പ്രാപിക്കണം, ഞങ്ങൾക്ക് കാഴ്ച പ്രാപിക്കണം. നമസ്കാരം.